ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അമേരിക്ക ഇറാൻ കൂടെ ചേർന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്ക കൂടുതൽ സൈനിക വിന്യാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡീഗോ ഗാർസിയ എന്ന് പറഞ്ഞ ഐലാൻഡിലേക്ക് കൂടുതൽ സൈനിക വിന്യാസം തുടരുകയാണ്. ഒരുപാട് നേവൽ ഷിപ്പുകളൊക്കെ അവിടെ അടുപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു നോക്കുക, കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പേടിപ്പിച്ച് നോക്കുക, എന്നിട്ടും കേട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്രമിക്കുക. ഇത് തന്നെയാണ് അവരുടെ ഒരു രീതി. അപ്പൊ ഇതിനകത്ത് ഇപ്പം രണ്ടാമത്തെ സ്റ്റേജിലാണ്, ഒന്ന് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാനെ. അപ്പൊ ഇറാൻ ആണെങ്കിൽ ഇതുവരെ വഴങ്ങുന്ന മട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് കുറച്ച് ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. ഇറാന്റെ ഉള്ളിൽ ചില രഹസ്യമായിട്ട് നടത്തുന്ന ന്യൂക്ലിയർ പ്ലാന്റുകളുണ്ട്, എൻറിച്ച്മെന്റ് പ്ലാന്റുകൾ. അതും കൂടെ ഇപ്പൊ ടാർഗറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് നതാൻസ്, ഫോർഡോ, ഇഷ്ഫഹാൻ എന്ന് പറഞ്ഞ 3 സ്ഥലങ്ങളാണ്. അതിന്റെ കൂടെ 2 സ്ഥലങ്ങളും കൂടെ ഇപ്പൊ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കൊൻഡോ, ബുഷർ എന്ന് പറഞ്ഞ 2 സ്ഥലം, ഈ 2 സ്ഥലം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 5 സ്ഥലമാണ് ഇപ്പൊ ടാർഗറ്റ് ലിസ്റ്റിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ USS ട്രൂമാൻ ഓൾറെഡി തന്നെ റെഡ് സീലുണ്ട്. അതേപോലെ തന്നെ USS കാൾസൺ എന്ന് പറഞ്ഞ ഷിപ്പും കൂടെ ഉണ്ട് അവിടെ. USS കാൾസൺ എന്ന് പറഞ്ഞ ആ ഒരു എയർക്രാഫ്റ്റ് കാരിയറിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഈ പാകിസ്ഥാനിൽ ഒസാമയെ വധിച്ചില്ലേ, ആ ഒസാമയുടെ ശരീരം കൊണ്ട് താഴ്ത്തിയത് ഈ USS കാൾസൺ എന്ന് പറഞ്ഞ ഈ ഒരു എയർക്രാഫ്റ്റ് കാരിയറിലൂടെയാണ് അത് കൊണ്ടുപോയത്. എവിടെ വെച്ച് എന്ത് ചെയ്തു, എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നുള്ള ഒരു വിവരമില്ല. ആ രീതിയിൽ ഒരു ഇൻസിഡന്റ്, ഒരു അടയാളങ്ങളും തന്നെ ഇല്ലാതാക്കി തീർത്തതാണ് ആ തീവ്രവാദി. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഇറാഖി ഫ്രീഡമിന്റെ ടൈമിലും ഈ ഒരു എയർക്രാഫ്റ്റ് കാരിയറാണ് ഏറ്റവും കൂടുതൽ മികച്ച പങ്ക് വഹിച്ചത്. ഇങ്ങനത്തെ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത ചരിത്രം ഈ എയർക്രാഫ്റ്റ് കാരിയേഴ്സിനൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ ഒരു പ്രിയാംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തിയേക്കാം എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അപ്പൊ ഇത് 2 തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിലൊന്നാണ് ഈ ഒരു പ്രിയാംപ്റ്റീവ് സ്ട്രൈക്ക്. ഈ പ്രിയാംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുത്ത് ഒരാൾ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ആ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് വരാനിരിക്കുന്ന ഒരു ആക്രമണത്തിനെ മുൻകൂട്ടി ചെറുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ആക്രമണമാണ് പ്രിയാംപ്റ്റീവ് സ്ട്രൈക്ക്. ഇറാന് അമേരിക്കയിൽ ചെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഡീഗോ ഗാർസിയയിലേക്ക് ഒരു ആക്രമണം അഴിച്ചു വിട്ടാലോ എന്നുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് അത്ര പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് അതിന്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വെറും 30% മാത്രമാണ്. കുറച്ചുകൂടെ ശക്തമായിട്ട് റഷ്യ പ്രതികരിക്കുന്നുണ്ട്. റഷ്യ പറയുന്നത് ഇറാനെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അമേരിക്ക റഷ്യ ബന്ധത്തിൽ നല്ല രീതിയിലുള്ള ഉലച്ചൽ വരും എന്നുള്ളത് റഷ്യ വളരെ ഉറപ്പിച്ച് തന്നെ അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങള് തയ്യാറാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ന്യൂക്ലിയർ ഡീലിൽ എത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും അതിനുള്ള ചർച്ചകൾക്കും മീഡിയേഷൻ ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ എന്നിരിക്കെ ഒരു ആക്രമണത്തിന് മുതിരുന്നത് അത്ര നല്ല പരിപാടിയല്ല. അതുകൊണ്ട് ആ ഒരു ആക്രമണത്തിന്റെ ഐഡിയ ഉണ്ടെങ്കിൽ അത് പിൻവലിക്കണമെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. റഷ്യയുടെ ഈ രീതിയിലുള്ള ഒരു നിലപാട് ട്രംപിനെ കുറച്ച് ചിന്തിപ്പിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇപ്പം അമേരിക്കയും റഷ്യയും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇപ്പൊ തൽക്കാലം ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ അത് തുടർന്ന് പോകണം എന്നുള്ളത് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റഷ്യയും ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയും റഷ്യയും ഒരുമിച്ച് പോകാനുള്ള തീരുമാനം ട്രംപ് എടുക്കുന്നെങ്കിൽ ഒരുപാട് വിഷയങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം ഒരുപാട് വിഷയങ്ങളിൽ ഇവർ തമ്മിൽ പല രീതിയിലുള്ള കോൺട്രാഡിക്ഷൻസ് ഉണ്ട്. റഷ്യ 3 ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നത് ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗ്രീൻലാൻഡിൽ അമേരിക്ക ഉന്നയിക്കുന്ന ഒരു അവകാശം, അതിനെ എതിർത്തുകൊണ്ടാണ് റഷ്യ സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചത്. അപ്പൊ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഇടയിലുണ്ട്. എന്നിരുന്നാലും അവർ ട്രേഡ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഒരുമിച്ച് മുന്നോട്ട് പോകാനും പിന്നെ ഈ ഒരു റെയർ എർത്ത് മിനറൽസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റഷ്യക്കുള്ളിൽ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്, ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ട്രംപ് ഈ ഒരു നിലപാടിൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇപ്പം ട്രംപ് എടുത്തിരിക്കുന്ന ഒരു നയപരമായ മാറ്റം ഇറാനുമായിട്ട്, ഇറാന്റെ സൈഡിൽ അവരുടെ റിക്വസ്റ്റ് എന്താണ്, അതിനെ ഒന്ന് പരിശോധിച്ച് കളയാം എന്നാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. ഇറാൻ മുന്നോട്ട് വെക്കുന്ന 2 ഡിമാൻഡ്, അതായത് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യില്ല, ഒരു മീഡിയേറ്റർ ത്രൂ മാത്രമേ ചെയ്യൂ. ഇതാണ് നമ്പർ 1. ഈ ഒരു കണ്ടീഷന് ഓക്കെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇറാൻ 60 ദിവസം സമയം കൊടുക്കും, 60 ഡേയ്സ്. ഈ 60 ഡേയ്സിനുള്ളിൽ ഇറാന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു ന്യൂക്ലിയർ ഡീൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്താൽ ഇറാൻ ഒപ്പിടാം. ഇതാണ് ഇറാൻ പറഞ്ഞിരിക്കുന്ന 2 കണ്ടീഷൻസ്. അപ്പൊ ഈ ഒരു കണ്ടീഷനിലോട്ട് മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങുന്നതായിട്ടാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ രീതിയിൽ എയർക്രാഫ്റ്റ് കാരിയറും B-2 ബോംബറും ഇതെല്ലാം കൊണ്ടുവച്ച് ഇറാനെ ഭീഷണിപ്പെടുത്തിയിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ നിലനിൽക്കെ തന്നെ 2 മാസം കൊണ്ട് ഇറാന്റെ ന്യൂക്ലിയർ ഡീലിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പൊ ഗ്ലോബലി ഒരു പ്രതീക്ഷ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ റഷ്യ അല്ലെങ്കിൽ ഒമാൻ, ഈ 2 രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ ചൂസ് ചെയ്തിട്ട് മീഡിയേഷൻ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റഷ്യയും ഈ ഒരു പ്രിയാംപ്റ്റീവ് സ്ട്രൈക്ക് ആണ് ചെയ്തതെന്നാണല്ലോ പറയുന്നത്. കാരണം ഈ ഒരു നാറ്റോയെ റഷ്യയുടെ മുറ്റത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉക്രൈൻ ശ്രമിച്ച സമയത്താണ് റഷ്യ പ്രിയാംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തിയത്. പ്രിയാംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പ്രിയാംപ്റ്റീവ് സ്ട്രൈക്കാണ് റഷ്യയും ചെയ്തതായിട്ട് അവകാശപ്പെടുന്നത്. ഇപ്പം ലിത്വാനിയയുടെ ഭാഗത്ത് ജർമ്മനിയുടെ ആക്ച്വൽ ഭടന്മാരെ കൊണ്ട് വിന്യസിച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ റഷ്യയെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്.
റഷ്യ ഇതിനെക്കുറിച്ച് ജർമ്മനിയുടെ അടുത്ത് തന്നെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ജർമ്മനി കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഉക്രൈന്റെ എയ്ഡിന്റെ ഭാഗമായിട്ട് ശരിക്കും അവിടെ കൊണ്ട് നിർത്തിയതാണ്, അല്ലാതെ അത് റഷ്യയെ എയിം ചെയ്ത് കൊണ്ട് നിർത്തിയതല്ല എന്നുള്ള വിചിത്രമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ജർമ്മനി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ റഷ്യ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഉക്രൈന് കൊടുക്കുന്ന എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉക്രൈന് കൊടുക്കുന്ന എയ്ഡ് എന്ന് പറഞ്ഞാൽ റഷ്യക്ക് എതിര് തന്നെയല്ലേ? പിന്നെ അതിൽ എന്താണ് ഇങ്ങനെ ഒരു കോൺട്രാഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നിലയിലാണ് റഷ്യ വീണ്ടും ചോദിക്കുന്നത്. പക്ഷേ ജർമ്മനിക്ക് ഉത്തരവില്ല. അപ്പൊ അതായത് ഒരു എയ്ഡ് കൊടുക്കണം എന്ന് പറഞ്ഞും പോയി, അപ്പൊ അതിന്റെ പേരിൽ ഉക്രൈൻ എന്തെങ്കിലും കൊടുത്തെന്ന് വരുത്തി തീർക്കുകയും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് കൊണ്ട് ലിത്വാനിയയുടെ ഭാഗത്ത് നാസി ട്രൂപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു പേരിലുള്ള ട്രൂപ്പിനെയാണ് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് റഷ്യ വളരെ വിചിത്രമായിട്ടാണ് കാണുന്നത്. ജർമ്മനി ഉടനെ തന്നെ ആ ട്രൂപ്പിനെ പിൻവലിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ റഷ്യ പ്രതികരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ജർമ്മനി റഷ്യ ചെറിയൊരു ടെൻഷൻ ഇങ്ങനെ റൈസ് ആയി വന്നിട്ടുണ്ട്. വൈറ്റ് ഹൗസും 60 ദിവസത്തിൽ ഒരു ന്യൂക്ലിയർ ഡീൽ പ്രിപ്പയർ ചെയ്ത് ഇറാനുമായിട്ട് ഒപ്പുവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു ട്രേഡ് വാർ ഒക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ട് ഈ താരിഫ് ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ ഫുൾ ആൻഡ് ഫുൾ ട്രംപിനെതിരാണ്. അതേപോലെ തന്നെ ഓസ്ട്രേലിയ ഉൾപ്പെടെ സ്വിറ്റ്സർലാൻഡ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇപ്പം ട്രംപിനെതിരെയാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. അമേരിക്ക ഇങ്ങനെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് വരെ ഇങ്ങനെ താരിഫ് ഇടാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കും തന്നെ ഉള്ളത്. ഈ താരിഫ് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അപ്പൊ ഇതൊക്കെ തന്നെ ഒന്ന് ഒഴിവാക്കാം എന്നുള്ള നിലയിലാണ് ട്രംപ് ചിന്തിക്കുന്നതായിട്ട് ഇപ്പൊ വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിപ്പം 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതേ ഒരു അവസ്ഥ തന്നെയായിരിക്കും മെയിൻ സ്ട്രീം മീഡിയാസ് എല്ലാം ചർച്ച ചെയ്യാൻ പോകുന്നത്. കാര്യം ഇങ്ങനെ ഒരു ഡീലിനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പൊ കിട്ടിയ വിവരം. ഇതിനകത്തൊരു വിചിത്രമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോകരാജ്യങ്ങൾക്കെല്ലാം എല്ലാ രാജ്യങ്ങൾക്കും താരിഫ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ട്രംപ് റഷ്യക്ക് താരിഫ് ഇട്ടില്ല. കാരോലിന ലാവിൻ എന്ന് പറഞ്ഞ ട്രംപിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള വൈറ്റ് ഹൗസ് സ്പോക്സ് പേഴ്സന്റെ അടുത്ത് മീഡിയ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് റഷ്യക്ക് ഇങ്ങനെ ഒരു താരിഫ് ഇടാത്തത് എന്നുള്ള രീതിയിൽ. അപ്പം റഷ്യക്ക് മാത്രമല്ല ഒരുപാട് വേറെ രാജ്യങ്ങൾക്ക് കൂടെ നമ്മൾ താരിഫ് ഇട്ടിട്ടില്ല. മൊറീഷ്യസിന് താരിഫില്ല, നോർത്ത് കൊറിയക്ക് താരിഫില്ല, ബെലറസിന് താരിഫില്ല, അങ്ങനെ കുറെ ഈ സാങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ രാജ്യങ്ങളുടെ പേരാണ് അവർ പറഞ്ഞത്. പക്ഷേ അമേരിക്ക, നോർത്ത് കൊറിയ, ബെലറസ്, ബ്രൂണൈ ഇതേപോലത്തെ രാജ്യങ്ങളുമായിട്ട് ചെയ്യുന്ന ഇടപാടുകളാണോ റഷ്യയുമായിട്ട് ചെയ്യുന്നത്? സൗദി അറേബ്യയിൽ വെച്ചിട്ട് 2-3 വട്ടം ഒരാഴ്ചയിൽ കണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയുമായിട്ട്. എന്നിട്ടാണ് റഷ്യക്ക് താരിഫില്ല എന്ന് പറയുന്നത്. അതിനവർ പറയുന്ന എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ സില്ലി ആയിട്ട് സാങ്ഷൻസിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യമായതുകൊണ്ടാണ് താരിഫ് ഇല്ലാത്തതെന്ന് പറയുന്നത്. സാങ്ഷൻസ് എടുത്ത് മാറ്റുമ്പോൾ എന്തായിരിക്കും റഷ്യയുമായിട്ട് ഉണ്ടാകാമെന്ന് താരിഫ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അതിന് പകരം എക്സ്ക്യൂസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് തികച്ചും മനസ്സിലാക്കാൻ പറ്റുന്നത് റഷ്യക്ക് ഇപ്പൊ നിലവില് താരിഫ് ഒന്നും കൊടുക്കാൻ അമേരിക്ക താല്പര്യപ്പെടുന്നില്ല. കാരണം അവർക്ക് ഒരുപാട് ചേർന്ന് ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം കുറെ ഉണ്ട്. അതായത് റഷ്യക്കും അമേരിക്കയ്ക്കും കുറെ ജോയിന്റ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഇൻട്രസ്റ്റ് റഷ്യക്കുള്ളിലായാലും ശരി, ഉക്രൈന്റെ ഉള്ളിലായാലും ശരി, അമേരിക്കയ്ക്ക് ഒരുപാട് അലുമിനിയം ഉൾപ്പെടെയുള്ള പല സാമഗ്രികളുടെ ആവശ്യമുണ്ട്. ഇനിയിപ്പം ചൈനയിൽ നിന്നും ഈ റോ മെറ്റീരിയൽസ് ഒന്നും കിട്ടത്തില്ല. ചൈനയെ റീപ്ലേസ് ചെയ്യുന്ന ഭാഗത്തിൽ റഷ്യയിൽ നിന്നും കുറെ റോ മെറ്റീരിയൽസ് കിട്ടേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് റഷ്യ ആ രീതിയിൽ നിർത്തിയിരിക്കുന്നത്. താരിഫ് എന്തായാലും കിട്ടിയല്ലോ. കാരണം ഈ 52% എന്നൊക്കെ ഇന്ത്യ ചാർജ് ചെയ്യുന്നത് ഒരു ഒറ്റ പ്രോഡക്റ്റിനല്ല, അവരൊരു ഫോർമുല ഇട്ടിട്ട് ആ ഫോർമുല പ്രകാരമാണ് ഇത് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്ത് എടുത്ത് തന്നിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ലാസ്റ്റ് ഒരു 1-1.5 ആഴ്ച കൊണ്ട് എഴുതി കൂട്ടി കുത്തി കുറിച്ചുണ്ടാക്കിയ ഒരു താരിഫായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇന്ത്യ അമേരിക്കൻ പ്രോഡക്റ്റിന് 10% മുതൽ പല കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റിനും പല തരത്തിലുള്ള താരിഫാണ് ഇന്ത്യ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അവർ ഒരുമിച്ച് കൂട്ടിയിട്ട് അമേരിക്കയ്ക്കും ഇന്ത്യക്കും തമ്മിൽ മൊത്തത്തിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് എത്രയുണ്ടോ അതിന്റെ ടോട്ടൽ എടുത്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു 26 എന്ന് പറഞ്ഞ ഒരു താരിഫ് കൊണ്ടുവന്നിരിക്കുന്നത്. 26% എന്ന് പറഞ്ഞ ഈ ഒരു താരിഫ് കൊണ്ടുവന്നിരിക്കുന്നത്. പല രീതിയിൽ കുറഞ്ഞ താരിഫിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾക്കെല്ലാം തന്നെ ഇത് റെസിപ്രോക്കൽ എന്നുള്ളതിലുപരിയായിട്ട് പല ഇൻഡിവിജ്വൽ പ്രോഡക്റ്റുകളെ ഇത് അഫക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ഫുഡ് പ്രോഡക്റ്റിന് നമ്മൾ 10% ആണ് ഇവിടെ താരിഫ് ഈടാക്കുന്നുണ്ടെങ്കിൽ അതേ സെയിം ഫുഡ് പ്രോഡക്റ്റ് അമേരിക്കയിലേക്ക് പോകുമ്പോഴത്തേക്കും അവർ 26% ആയിരിക്കും ചാർജ് ചെയ്യുക. ഈ ഒരു വ്യത്യാസം അവിടെ ഉണ്ടാവും. അപ്പൊ ഇതിനെ പ്രോഡക്റ്റ് വൈസ് ബാക്ക് ടു ബാക്ക് റെസിപ്രോക്കൽ എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ വരുന്ന പ്രശ്നം. കാരണം അമേരിക്ക അവരുടെ ടോട്ടൽ എത്രയാണോ ട്രേഡ് ഡെഫിസിറ്റ് ആ ഒരു ടോട്ടലിൽ നിന്നാണ് ഈ ഒരു 26%ലേക്ക് എത്തിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ അതായത് പല പ്രോഡക്റ്റുകൾക്കും, അതായത് അവർ യൂണിഫോം ആയിട്ട് 26% ചാർജ് ചെയ്യും. അതാണ് പ്രശ്നം. പ്രോഡക്റ്റിന് ഒരു പരിധി ഉണ്ടല്ലോ. മൊട്ടുസൂചിക്കും 26%, ചെരുപ്പിനും 26%, അതുപോലെ തന്നെ ജെംസ് ആൻഡ് ജ്വൽസിനും 26%. ഇത് ഒട്ടും ശരിയാവാത്ത നടപടിയാണ്. അമേരിക്ക ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഈ താരിഫ് സിസ്റ്റത്തിൽ നല്ല രീതിയിലുള്ള പ്രശ്നമുണ്ട്. അതിന്റെ ഡീപ് സ്റ്റഡിയിലേക്ക് നമുക്ക് പിന്നീട് പോവാം. ഇപ്പൊ നമ്മൾ റഷ്യയുടെ ഒരു ടീം വൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് അവർ നടത്തിയ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനാണ്. അതിലുപരിയായിട്ട് ഇറാൻ ന്യൂക്ലിയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും അവിടെ നടക്കുന്നെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിന്റെ നെക്സ്റ്റ് ലെവൽ ചർച്ച സൗദി അറേബ്യയിൽ വെച്ച് നടക്കുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സൗദി അറേബ്യ? എന്നാ പിന്നെ അതും വൈറ്റ് ഹൗസിൽ വെച്ച് നടത്തിയാൽ പോരെ? അത് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില രാജ്യങ്ങളെ ഇവർ പിക്ക് ആൻഡ് ചൂസ് ആണ് ചെയ്യുന്നത്. സൗദി അറേബ്യയെ പിക്ക് ചെയ്യുന്നതിന്റെ കാരണം വേറെ ഒന്നുമില്ല,
അറബ് മേഖലയിൽ സൗദി അറേബ്യ, തുർക്കി, ഇറാൻ ഇവർ 3 പേരുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഞാനാണോ വലുത് നീയാണോ വലുത് എന്ന് പറഞ്ഞ് കളിക്കുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ കളിക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ലീഡിംഗ് റോൾ കൊടുക്കുന്നത് സൗദി അറേബ്യക്കാണ്. കാരണം വേറൊന്നുമില്ല, സൗദി അറേബ്യ, ഇസ്രായേൽ, ഈ സുന്നി രാജ്യങ്ങളൊക്കെ ചേർത്ത് അമേരിക്ക കുറച്ച് പ്ലാൻ പണ്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും സൗദി അറേബ്യയുടെ നിരുപാധികമുള്ള സപ്പോർട്ട്, സൗദി അറേബ്യയുടെ നിരുപാധികം സപ്പോർട്ട് അമേരിക്കയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ മെജോറിറ്റി മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ അതിന്റെ ഒപ്പം നിൽക്കും. അതുകൊണ്ടാണ് സൗദി അറേബ്യയെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ മറ്റുള്ള 2 രാജ്യങ്ങളെയും ഒതുക്കി നിർത്തുക, സൗദിയെ മുന്നോട്ടെടുക്കുക എന്നുള്ളതാണ്. അമേരിക്കയും റഷ്യയും തമ്മിൽ നടക്കുന്ന ഈ ഒരു മീഡിയേഷൻ ചർച്ച സൗദിയിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ അത് സൗദിക്ക് ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണ്. അപ്പൊ ആ ഒരു റെക്കോർഡ് സൗദിക്ക് കൊടുക്കാനാണ് അമേരിക്ക താല്പര്യപ്പെടുന്നത്. അതാണ്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതൊരു ഡിപ്ലോമസിയുടെ ഭാഗം കൂടിയാണ്. ഓയിൽ പ്രൊഡക്ഷന്റെ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് ഓയിൽ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ മാക്സിമം പ്രൊഡക്ഷൻ ക്യാപ്പ് അവർക്ക് ഇടാൻ പറ്റും. മാക്സിമം പ്രൊഡക്ഷൻ ക്യാപ്പ്, അതായത് സൗദിക്ക് ഇത്ര എണ്ണ ഉൽപ്പാദിപ്പിച്ചാൽ മതി എന്നൊരു കണ്ടീഷൻ അമേരിക്കയ്ക്ക് വെക്കാൻ പറ്റും. അതായത് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വിലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും താളം തെറ്റിച്ച് വിടാൻ സൗദിക്ക് കഴിയും. അപ്പൊ അതിനൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരാനും ഇറാനെ അറ്റാക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങളൊക്കെ ഒരു സൈഡിൽ ഒതുക്കി നിർത്താനും സൗദിക്ക് കഴിയും. ഇതിനു വേണ്ടിയിട്ടാണ് സൗദിയെ ഏറ്റവും കൂടുതൽ കീ പ്ലെയർ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ അടുത്തൊരു വിഷയം നടക്കുന്നത് ഫിഫ വേൾഡ് കപ്പിൽ നിന്ന് റഷ്യയെ ഓൾറെഡി പുറത്താക്കിയാണ്. ഈ ഫിഫയാണ് ഭയങ്കരമായിട്ട് ചർച്ച നടത്തി റഷ്യയെ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താക്കിയത്. വീണ്ടും ഫിഫ കൂടി ചർച്ച നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് റഷ്യൻ ടീമിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. പറ്റുമോ എന്നല്ല, റഷ്യയെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് ഇപ്പൊ നടത്തുന്നത്. അതെന്തേ, ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധം ഇല്ലേ? ഇതൊക്കെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ഡിക്റ്റേറ്റർഷിപ്പിൽ റൺ ചെയ്യപ്പെടുന്ന ചില പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സംഘടനകളാണെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പൊ ഖത്തറിൽ എങ്ങനെയാണ് ഫിഫ വേൾഡ് കപ്പ് നടത്തിയത് എന്നുള്ളത് ലോകമെങ്ങും അറിഞ്ഞ കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അതിനകത്ത് ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. ഫിഫ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ സംഭവിക്കും, ഇതിൽ കൂടുതലും സംഭവിക്കും. ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. റഷ്യ ആക്രമിച്ചു വെച്ചിരിക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട് ഉക്രൈന്റെ ഭാഗത്ത്. അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ ഇപ്പം റഷ്യൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് റഷ്യ. അപ്പൊ അത് റഷ്യയുടെ തന്നെ സോവറൻ ലാൻഡ് ആയിട്ട് തന്നെ അവർ ഓൾറെഡി കരുതി. അവിടെയൊക്കെ സ്കൂളുകളിൽ റഷ്യൻ ലാംഗ്വേജ് ഒക്കെ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് അവിടെ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ റഷ്യൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും ഉക്രൈനിൽ സെലൻസ്കി ആ സ്ഥലം എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതുപോലെ മണ്ടത്തരം വേറെ ലോകത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നൈജർ, ബുർക്കിനോ ഫാസോ, മാലി ഇവർ 3 പേരും കൂടെ ചേർന്ന് ഒരു ജോയിന്റ് ആർമി, അതായത് യുഎന്റെ പീസ് കീപ്പിംഗ് മിഷൻ പോലത്തെ ഒരു മിഷൻ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വെസ്റ്റേൺ കൺട്രീസിന്റെ മുഖത്തടിക്കുന്നതിന് തുല്യമാണ് ഇപ്പൊ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആർമി ഫോഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിന് തന്നെ ചെകിട്ടത്തടി എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് അവർ 3 രാജ്യങ്ങളും കൂടെ ചേർന്ന് ഒരു പീസ് കീപ്പിംഗ് മിഷന് ഒരു ആർമി ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കെതിരെ വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ, നമുക്കെതിരെ വരുന്ന വെസ്റ്റേൺ ആക്രമണങ്ങൾ, ഇതിനെയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 പേരും കൂടെ ചേർന്ന് ഒരു കൂട്ടായ രീതിയിൽ ഒരു ആർമി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലാക്ക് സീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീസ് ഫയർ നിലനിൽക്കുകയാണല്ലോ. ഇപ്പൊ ഇത് എന്തിനാണ് കൂടുതൽ ഇത് ഉപകരിക്കുന്നത് പറഞ്ഞാല് ബ്ലാക്ക് സീയിൽ ഉടനീളം റഷ്യൻ ഷിപ്പുകളാണ് ലൈനപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. റഷ്യ അതുവഴി ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് കൊറിയയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റോക്ക് പൈൽസ് വർദ്ധിപ്പിക്കുകയാണ് അവര്. ഇത് എയിം ചെയ്യുന്നതെല്ലാം റഷ്യയുടെ ആർമി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഏതെങ്കിലും വിധേന ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച, അതായത് എനർജി മേഖലയിലോ അഥവാ ബ്ലാക്ക് സീയുടെ ഭാഗത്തോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉക്രൈനെ പൊരിച്ചു കളയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ബ്ലാക്ക് സീ സീസ് ഫയർ ആർക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യയ്ക്കും അമേരിക്കയ്ക്കുമാണ് ഉപകരിക്കുന്നത്. ഗ്രെയിൻ ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയ്ക്ക് ഇവിടുന്ന് ഗോതമ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും അമേരിക്കയ്ക്ക് വേണ്ട സാധനങ്ങൾ റഷ്യയിൽ നിന്ന് കൊണ്ടുപോകാനും അതുപോലെ തന്നെ റഷ്യയ്ക്ക് വേണ്ട ആയുധങ്ങൾ റഷ്യയ്ക്കുള്ളിൽ കൊണ്ട് സ്റ്റോർ ചെയ്യാനും 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ബ്ലാക്ക് സീയിൽ വെച്ച ഒരു സീസ് ഫയർ ഉപകാരപ്രദമാകുന്നത്. ഈ 2 പേർക്കും ഗുണകരമാകുന്ന രീതിയിലാണ് ഈ ഒരു ഡീല് വർക്ക് ആകുന്നത്. ഏത് ബ്ലാക്ക് സീ ഡീല്. ഉക്രൈനിലെ സെലൻസ്കി ഇവിടെയും നോക്കൂത്തി തന്നെയാണ്, ഒന്നും ചെയ്യാനില്ല, ഹെൽപ്ലെസ് അങ്ങനെ പറയാനുള്ളൂ. റഷ്യക്ക് എല്ലാം പോസിറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവ് അല്ല. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് ഉണ്ട്, 17% ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ റവന്യൂ താഴോട്ട് പോയിരിക്കുന്നുള്ളതാണ്. അപ്പൊ ഇത് വരും വർഷങ്ങളിൽ റഷ്യക്ക് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമേരിക്കയുമായിട്ട് ശക്തമായ ബിസിനസ് ഡീലുകൾ ഇടേണ്ടി വരും, നമ്പർ 1. കാരണം ഇപ്പൊ യൂറോപ്പും കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ അകന്ന് നിൽക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം റഷ്യക്ക് അമേരിക്ക തന്നെയായിരിക്കും മാർഗം. ഇപ്പൊ നാറ്റോ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് റഷ്യ ഇതിലും ശക്തമായിട്ട് ഉക്രൈനെ അറ്റാക്ക് ചെയ്യും, അതേസമയം ചൈന തായ്വാനെ ആക്രമിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രഡിക്ഷൻ ആണ് നാറ്റോ പുറത്തുവിട്ടിരിക്കുന്നത്. നാറ്റോ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറയും, പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് ഈ ഒരു കൂട്ടം കൂടാനും ഈ ഒരു ചർച്ച നടത്താൻ എന്തെങ്കിലുമൊക്കെ റീസൺ വേണം. അപ്പൊ എന്തായാലും സമഗ്രമായ കുറെ വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.